നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ വമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് പറയാൻ പോകുന്നത് 2025 ചിങ്ങക്കൂറുകാരുടെ ഫലമാണ്. എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. ചിങ്ങക്കൂറ് എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം വരെയുള്ള 15 നാഴികയാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ കൊല്ലം എന്ന് പറയുന്നത് കുറച്ച് തൊഴിലിനും ധനത്തിനും സന്താനങ്ങൾക്കും ഐശ്വര്യാഭിവൃദ്ധികളും പുരോഗതികളും ഉണ്ടായി. ഒരു ജോലി ഇല്ലാത്തവർക്കും ജോലി കിട്ടി. ജോലിയിൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളൊക്കെ കിട്ടി. രക്ഷപ്പെടാൻ യോഗമുള്ള ഘട്ടമാണ്. കാരണം വേറെ ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ 10ലാണ് നിൽക്കുന്നത്, അടുത്ത 11ലാണ് വരുന്നത്. ഈ 2 കൊല്ലവും വളരെ നല്ലതാണ്. 10ൽ വേഴം വരുമ്പോൾ നമുക്ക് ദേവാലയം, അമ്പലം വയ്ക്കാനും നഗരസഭ, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, സർക്കാർ, കോടതി ഇതിൽ നിന്നും സഹായം കിട്ടാനും മാർഗം വഴി വെട്ടിക്കാനും റോഡ് വെട്ടാനും ആലയം വീട് വയ്ക്കാനും അതേപോലെ സർവകർമാണി എന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് നേടണം, നടത്തണം എന്ന് ആഗ്രഹിച്ച കർമ്മ പദ്ധതികൾ വിജയിച്ച് നേടാനും അതേപോലെ മത്സരങ്ങളിലും പരീക്ഷകളിലും ഉയർച്ച കിട്ടാനും എല്ലാ നേട്ടങ്ങൾ കിട്ടാനും വേഴം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ്. അതുകൊണ്ട് ധനത്തിനും ഭാഗ്യത്തിനും ഐശ്വര്യത്തിനും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം കിട്ടാനും ഉള്ള മക്കൾക്ക് നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിയും ശക്തിയും കിട്ടാനും ഉന്നത വിദ്യ കിട്ടാനും വിവാഹം, സന്താനം, സൗഭാഗ്യം, ഐശ്വര്യതൊക്കെ കിട്ടി മക്കളെ കൊണ്ടും സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ്. യഥാർത്ഥത്തിൽ ചിങ്ങക്കൂറുകാർക്ക് ഈ 2 വർഷം വേഴത്തിൻ്റെ സഞ്ചാര കാലം കൊണ്ടുള്ള നേട്ടങ്ങൾ. ഗുരുദേവത വിപ്രാണാം പ്രസാദജ ശുഭാഗമൻ നികൂലഹേമ ദന്തശോ സുധാപ്തം ഗുരുദൂർ ഗുരു എന്നാണ്. അപ്പോൾ ഗുരു നല്ലതായിട്ട് വരുമ്പോൾ ഗുരു ദേവത വിപ്രാണാം, ഗുരുക്കന്മാർ, ദേവന്മാർ എല്ലാവരും പ്രസാദിക്കും. ശുഭാഗമം, എല്ലാ ശുഭങ്ങളും വന്നു ചേരും. ഹേമം, സ്വർണം കിട്ടും. സ്വർണം എന്ന് പറയുമ്പോൾ പണയം വച്ച വസ്തുക്കളൊക്കെ ബാങ്കുകാർ കൊണ്ടുപോകേണ്ടുന്ന സ്ഥിതി പോലും വന്നു പോകുമെങ്കിലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതേപോലെ സുധാപ്തിം ഗുരു മക്കളും കുടുംബമൊക്കെ നല്ല രീതിയിൽ വരാനുള്ള യോഗമുണ്ട്. എന്നാൽ വലിയ ഒരു സുനാമി പോലെ ഒരു ഭയങ്കര ഗ്രഹപ്പുഴ വരെയാണ്. ഈ മാർച്ച് മാസം വരെ ചെറിയ ചെറിയ കുടുംബകലഹങ്ങളും വിരോധങ്ങളും ഉണ്ടാവുമെങ്കിലും നിങ്ങൾക്ക് ആ ചെറിയ കാര്യങ്ങളും പരിഹരിച്ചു പോവാൻ ശ്രമിച്ചാൽ നടക്കും. കാരണം ശനി സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ് മാർച്ച് വരെ. ശശയോഗം എന്ന് പറയുന്ന ഒരു രാജയോഗവും അവിടെ ഉദിച്ചു കാണിക്കുന്നുണ്ട്. സസ്താ സർവജനൈസു ഭൃത്യബലവാൻ ഗ്രാമാധിപോ വാ നൃപോ ദാദാ കുടുംബശ്രിയാഹ ഉത്കൃഷ്ടഗുണോ ധനീ സുതവതു ഭാഗ്യാന്വിതോ വർദ്ധിതോ എന്നാണ്. ഇപ്പൊ സജ്ജന ബഹുമാനം. സജ്ജനങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെ നല്ലവരായിരിക്കും കൂടുതൽ പ്രശംസിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണം. അഴുക്ക ആൾക്കാർ, ശത്രുക്കളും നമ്മളെ ആക്ഷേപവും അപരാധവും പറയുകയുള്ളൂ. അപ്പോൾ സജ്ജനങ്ങളുടെ പ്രീതി നമുക്ക് കിട്ടും. നിങ്ങൾ എന്തെങ്കിലും കുരുക്കിൽ പെട്ടാലും നല്ല ഉപദേശങ്ങൾ തരും. നിങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനുള്ള പരിശ്രമങ്ങൾ അവർ കാണിക്കും. സജ്ജനങ്ങളുടെ പ്രീതി കിട്ടും. അങ്ങനെ നമുക്ക് ഒരു സജ്ജന ബഹുമാനം. ക്രിസ്ത്യന്മാരെന്ന് വെച്ചാൽ തൊഴിലാളികളെയൊക്കെ സ്നേഹിച്ച് നിർത്തിക്കൊള്ളണം, മുതലാളിയെ സ്നേഹിച്ച് നിർത്തിക്കൊള്ളണം. ഭൃത്യബലവാൻ, ഗ്രാമാധിപത്യം, നമ്മുടെ ജോലി, അധികാരം, സംഘം, സമുദായം, രാഷ്ട്രീയ രംഗങ്ങളിൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. രാജാക്കന്മാരുടെ, അധികാരികളുടെ പ്രീതി ബഹുമാനങ്ങളൊക്കെ സഹായങ്ങൾ കിട്ടും. കുടുംബശ്രീ, കുടുംബ ഐശ്വര്യങ്ങളൊക്കെ നിലനിർത്താൻ മാർച്ച് വരെ നിങ്ങൾ വിചാരിച്ച അഴിച്ചു പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങൾ പോലും സ്നേഹിച്ച് നിലനിർത്താൻ ശ്രമിക്കണം. അങ്ങനെ ഉത്കൃഷ്ടമായ ഗുണങ്ങളും ധനീ സുത വധു, ധനവും സുത സന്താനങ്ങളും, വധു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇവരൊക്കെ വന്ന്
ഭാഗ്യത്തോടുകൂടി സ്നേഹിച്ച് ജീവിക്കാൻ യോഗമുള്ള ഘട്ടമാണെന്നാണ് ശശയോഗത്തിൻ്റെ ഫലം. എന്നാൽ ശനി ഏഴി നിന്നാലോ പാവേ സപ്തമകേ കളത്രമരണം യോഗോ വിയോഗോ ശിവ. അപ്പോൾ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്ന് പറഞ്ഞ് ബന്ധങ്ങൾ അടിച്ചു പിരിച്ച് കളയാൻ ശ്രമിച്ചില്ലെങ്കിലും അങ്ങനെയൊക്കെയോ നമ്മളെ ബന്ധം തെറിച്ചു പോയതുപോലെയാണ് എന്ന് തോന്നും വിധത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ മാർച്ച് കഴിയുമ്പോൾ നമുക്ക് ശനി ഏഴിൽ നിന്ന് മാറി 2.5 വർഷത്തേക്ക് 8ൽ വരും. അതാണ് 8ൻ്റെ പണി കിട്ടുന്നത്. ഭയങ്കര ഒരു സുനാമി വന്നതുപോലുള്ള ഒരവസ്ഥയാണ് നമുക്കുള്ളത്. കാരണം നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ജീവിതവും കാര്യങ്ങളും വിവാഹവും കുടുംബ സൗഖ്യമൊക്കെ നിലനിർത്താൻ പറ്റും. പിള്ളേർക്കും ജോലിക്കും ഒക്കെ നല്ലത് വരും, കുഴപ്പമില്ലെങ്കിലും 8ൽ ശനി വരുമ്പോൾ നമുക്ക് ഭയങ്കര 8ൻ്റെ പണി കിട്ടും. 8ൻ്റെ പണി എന്താണ്? ജാതം വാ വിഫലം നഷ്ടവികലോ തത്രോ അതികഷ്ടോ അഷ്ടമ. ജാതം വാ വിഫലം. വിഫലം എന്ന് വെച്ചാൽ നമ്മളെ പ്രായം കൊണ്ടും അധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന ഗുണങ്ങൾ നമുക്ക് കിട്ടാതെ പോകും. ഇതൊരു ജോലി കിട്ടി, അപ്പോഴെന്താണ്? നല്ല ജോലിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ജോലി ഭാരം ഭയങ്കര. 6 മണിക്കൂർ ജോലി ചെയ്താൽ മതി. പക്ഷെ ഞാൻ 10 മണിക്കൂർ ജോലി ചെയ്തിട്ടും എന്നെക്കൊണ്ട് പറ്റണില്ലെന്ന് തോന്നി ജോലി ഉപേക്ഷിച്ച് കളയരുത്. ഈ ഉള്ള ജോലി കളഞ്ഞിട്ട് വേറൊരു ജോലി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ഉള്ള ജോലി പോവുകയും ചെയ്യും, വേറൊന്ന് കിട്ടാൻ തടസ്സവും വരും. അങ്ങനെ നിങ്ങൾക്ക് ഫലമില്ലാത്ത പരിപാടികൾ ചെയ്യാൻ പാടില്ല. വിഫലം എന്നാണ്, ഒരു ഫലവും കിട്ടാത്തതാണ് വിഫലം. ജാതംബാ വിഫലം. അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ജോലി കളഞ്ഞു കുളിച്ച് ഒരു രാജ്യത്ത് നിൽക്കണമെങ്കിൽ അവിടുന്ന് ചാടി മാറി പോകാൻ നോക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നിലനിൽപ്പിന് ദോഷം വരും. ഈ നഷ്ടം കൈ ഇരുന്നതും പോവും, കിട്ടാനുള്ളത് കിട്ടിയില്ല, ധാരാളം കരിയില്ല, കടവും കൂടെ ആവും. അപ്പോൾ വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനൊക്കെ നിങ്ങൾക്ക് പൈസയും കടമൊക്കെ വരുന്നത് തെറ്റില്ല. പക്ഷെ കടമായി പോയെന്നും കൊണ്ടൊരു വീട് വച്ചാൽ പെട്ടെന്ന് വിളിക്കണമെന്ന് തോന്നും. ഒരു കച്ചവടവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഡെവലപ്പാക്കാൻ വേണ്ടി ഭയങ്കര രീതിയിൽ നമ്മൾ പൈസ ചിലവാക്കിയാൽ ചിലപ്പോൾ നമുക്ക് പൈസ പോവും, നമുക്ക് കിട്ടാതെ വരികയും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. അതേപോലെ നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ബാധിക്കും. ആ ദോഷങ്ങൾ നമുക്ക് ബാധിക്കുന്ന തരത്തിൽ വിഷമതകൾ കൂടും. ഐശ്വര്യപൂർത്തിക്ക് മങ്ങൽ വരും. തത്വം അതികഷ്ടവും അഷ്ടം, വളരെ കഷ്ടമാണ്. അഷ്ടവും മരണസ്ഥാനമാണ്. അപ്പം മരണസ്ഥാനത്ത് ശനി വരുമ്പോഴാണ് നമുക്ക് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുന്നത്, അസുഖങ്ങൾ വരുന്നത്. അതേപോലെ ചെറിയ പനി പിടിച്ചാലും അസ്വസ്ഥത മാറാതെ വരുന്നത്, ചെറിയ രോഗത്തിനും വലിയ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് വിചാരിക്കുന്നത് ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? ശനി 8 നിൽക്കുമ്പോൾ മരുന്നും മന്ത്രവും രണ്ടും നമുക്ക് വേണം. നിങ്ങളുടെ ജോലി ബിസിനസ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. നമുക്കുള്ള വരുമാനങ്ങൾ കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ ശ്രമിക്കണം. കൂടുതൽ സമ്പന്നരാവാൻ വേണ്ടി റിയൽ എസ്റ്റേറ്റ്, ഷെയർ മാർക്കറ്റ്, ഇങ്ങനെ പൈസ മുതൽ മുടക്കി ആദായം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ നമ്മൾ വിചാരിച്ച നേട്ടങ്ങൾ കിട്ടാതെ കോട്ടങ്ങൾ വരും. അങ്ങനെ മക്കൾക്ക് വേണ്ടി, ജോലിക്ക് വേണ്ടി, വീട് വയ്ക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ പൈസ ചിലവാക്കും. ഇതൊക്കെ കടമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളങ്ങ് വിഷമിച്ച് പോവും. അങ്ങനെ നമ്മളെ സ്വന്തം കാര്യത്തിന് നമുക്ക് ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാനും ബന്ധുക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവർ നമ്മളിൽ നിന്ന് കിട്ടേണ്ടുന്നത് വാങ്ങിച്ചുകൊണ്ട് പൊക്കളയും ചെയ്യും. ചോദിക്കാനും പറ്റൂല, വായിക്കാനും പറ്റുന്നില്ല, തരണതുമില്ല, കിട്ടണതുമില്ല. ഇങ്ങനെയുള്ള കുരുക്കുകളിൽ ചാടിപ്പോകരുത്. കഴിഞ്ഞ 30 കൊല്ലം കൊണ്ടുണ്ടാക്കിയത് 3 കൊല്ലം കൊണ്ട് നശിക്കുമെന്നാണ് അഷ്ടമശനി. ആ ഗ്രഹപ്പിഴ വലുതായിട്ടുള്ള സമയത്താണ് വേഴൻ നമുക്ക് അനുകൂലിച്ച് നിൽക്കുന്നതും ഗുണങ്ങൾ നേടിത്തരുന്നതും. അപ്പം നമ്മൾ വിചാരിച്ച വേഴത്തിൻ്റെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരൻ്റെ സഹായം കൊണ്ട്, നമ്മുടെ ബുദ്ധിയും ശക്തിയും കൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിജയിച്ച് നേടാൻ പറ്റും. കുരുക്കുകളും കുറവുകളും കുഴപ്പങ്ങളും കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ ശ്രമിക്കണം. ശനി 8 വരുമ്പോൾ കൂടുതലും കാലിന് അസുഖം, ആക്സിഡൻറ്റുകൾ, ശത്രുക്കൾ, ഒരു ദിവസമെങ്കിലും പോലീസ് സ്റ്റേഷനില്ല
കോടതിയിലാ, കേസിലാ, ജയിലിലൊക്കെ ആവാവുന്ന അവസ്ഥകൾ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആളുകളുടെ വീരശൂര പരാക്രമവും വീരവാദം മുഴക്കുകയും ഭീഷണിപ്പെടുത്താനൊന്നും പോകല്. ആളുകൾക്ക് കൊല്ലണമെന്ന് തോന്നി നമ്മളും അറിഞ്ഞോ അറിയാതെയോ ആളുകളെ ആക്രമിക്കാനും വധിക്കാനും ഒക്കെ ശ്രമിക്കുന്ന സമയമൊക്കെയാണ്. അതുകൊണ്ട് ദേഷ്യവും കോപമൊക്കെ കൂടും. വിനാശകാലേ വിപരീത ബുദ്ധി എന്നാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ശനി 8 നിൽക്കുമ്പോൾ മൃത്യൂർ വേദി സ ദുഃഖം ശനിരിക കരുതോ ദാസവൃത്യാദികോപി. മൃത്യു, മരണം, വ്യാധി, രോഗങ്ങൾ, ദുഃഖം തന്നെ. ശനിരിഹ ഗരുഡോ ദാസവൃത്യാദികോ, നമ്മുടെ തൊഴിലാളി, മുതലാളി എല്ലാവരും നമുക്കെതിരെ തിരിയുന്ന സമയമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹത്തോടുകൂടി ക്ഷമയോടുകൂടി മയത്തിൽ ജീവിച്ച നമ്മളുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ ആക്കി തീർക്കാൻ പറ്റും. പിന്നെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ ഭാഗ്യമുള്ളവർക്കും ഈശ്വരാനുഗ്രഹമുള്ളവർക്കും നല്ല ദശാകാലമുള്ളവർക്കൊന്നും ഈ സുനാമി ബാധിക്കില്ല, കുഴപ്പങ്ങൾ കൂടുതൽ ബാധിക്കില്ല. പക്ഷെ ജാതകത്തിലും ഗ്രഹപ്പിഴകളും ഈശ്വരാനുകൂല്യക്കുറവുകളും ദശാകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് ഈ മഹാദുരന്തം വരുന്നത്. അങ്ങനെ ദ്വാദശ ജന്മ അഷ്ടമകാഹ പുംസ ദിനനാഥ ഭൗമ ശനി ജീവോ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തി മരണപീരി. ദ്വാദശം 12, ജന്മം 1, അഷ്ടമം 8. ഈ രാശിയിൽ ദിനനാഥൻ സൂര്യൻ, ഭൗമൻ ഭൂമിയുടെ പുത്രൻ ചൊവ്വ, ശനി തന്നെ, ജീവൻ വേഴൻ. ഈ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുമ്പോഴാണ് ഗ്രഹപ്പഴ വരുന്നത്. അപ്പോൾ വിത്തക്ഷയം തന്നെ നഷ്ടം. പ്രവാസി, നമ്മളെ നാട്ടിൽ നിൽക്കുന്ന ഒരാൾ വിദേശത്ത് പോകാൻ യോഗം, വിദേശത്ത് നിന്ന് വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രവാസ ജീവിതം പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ടൂറിന് വേണ്ടിയല്ല വിദേശത്ത് പോകുന്നത്, ഒന്നീ പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്കൊക്കെ വേണ്ടിയാണ്. അപ്പോൾ പഠിക്കാൻ പോണവർക്കും ജോലിക്ക് പോണവർക്കൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്ന തക്കതായ മെച്ചം കുറഞ്ഞിരിക്കുമെന്നുള്ളതേ ഉള്ളൂ. പഠിക്കാൻ പോണവർക്ക് അഡ്മിഷൻ കിട്ടും, കുഴപ്പമില്ല, പഠിച്ചുകൊണ്ടൊക്കെ വരാം. മാർക്കൊക്കെ എത്തി കുറഞ്ഞാലും ജയിക്കാനൊക്കെ പറ്റും, വേഗത്തിൻ്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ട്. പക്ഷെ ജോലിക്ക് പോണവർക്ക് നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം, ജീവിക്കണം, അതൊക്കെയാണ് ലക്ഷ്യം. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മെച്ചവും നേട്ടമൊക്കെ ഉള്ള ജോലി തന്നെയാണോ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കണം. പിന്നെ നമുക്ക് മൃത്യുഞ്ജയോമം, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ, ശത്രുസംഹാര പൂജ, കാലഭൈരവന് മാസം തോറും അർച്ചന, ദർശനം, വഴിപാട്, ഇതൊക്കെ ചെയ്താൽ നമുക്ക് വലിയ ഗ്രഹപ്പിഴകൾ മാറും. ജാതകം പരിശോധിക്കുന്നതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. നിങ്ങൾ സാധാരണ യൂട്യൂബിൽ അത് മെസ്സേജായിട്ട് അയക്കുന്നുണ്ട്. പക്ഷെ വാട്സപ്പിലാകുമ്പോൾ എടുക്കാനും നോക്കാനും ഒക്കെ എളുപ്പമുണ്ട്. നിങ്ങൾക്ക് മറുപടി പറയാനോ ഒരു പക്ഷേ വിളിക്കാൻ പറ്റില്ലെങ്കിൽ വോയിസ് ഇടാനൊക്കെ പറ്റും. അപ്പം അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം. എന്തായിരുന്നാലും ഭരണ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് ശനി 8 നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റും. ശാസ്താവിനെയും ശിവനെയും കാലഭൈരവനെയും കുടുംബദേവനെയൊക്കെ ഒന്ന് പഠിച്ചു പോകുമ്പോൾ ദോഷങ്ങൾക്ക് ഒരുപാട് ശമനം നമുക്ക് കിട്ടും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.